നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം ലയണൽ മെസ്സി കഴിഞ്ഞ മത്സരത്തിലായിരുന്നു കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. 1-3 ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമി ഫിലാഡൽഫിയ യൂണിയനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ 3 ഗോളുകളിലും നമുക്ക് മെസ്സിയെ കാണാം. 2 ഗോളുകളും ഒരു അസിസ്റ്റുമായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. ലയണൽ മെസ്സി വന്നതോടുകൂടിയാണ് ഇന്റർ മയാമി എന്ന ക്ലബിൻ്റെ തലവര തന്നെ മറിഞ്ഞത്. ക്ലബിൻ്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ MLS ഷീൽഡ് കൂടി സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് അവരുള്ളത്. മെസ്സിയുടെ മെൻറ്റാലിറ്റിയെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ താരമായ സാഷ ക്ലസ്റ്റൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് വൈകാരികമായി ഒരിക്കലും അസ്വസ്ഥനാവാതെ കളിക്കുന്നു എന്നുള്ളതാണ് മെസ്സിയുടെ പ്രത്യേകത എന്നാണ് ക്ലസ്റ്റൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി വൈകാരികമായി ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. ഇന്റർ മയാമിയുടെ കുതിപ്പിന് പിറകിലുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഇന്റർ മയാമി ഗോൾ നേടിയാലും കൂടുതൽ ഗോളുകൾ നേടാൻ വേണ്ടിയാണ് മെസ്സി ശ്രമിക്കുക. ഇനി 2 ഗോളുകൾക്ക് പിറകിലായാലും മെസ്സിക്ക് കുലുക്കമൊന്നുമില്ല. അദ്ദേഹം ഗോളുകൾ നേടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. മത്സരം വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അർജൻറ്റീനക്കൊപ്പം വേൾഡ് കപ്പിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ മെച്യൂരിറ്റിയും ബുദ്ധി വൈഭവവും ആണ് ഇന്റർ മയാമിയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. MLS മറ്റെല്ലാ ടീമിനേക്കാളും മുകളിൽ ഇന്റർ മയാമി തുടരാനുള്ള ഒരു കാരണം അത് ലയണൽ മെസ്സിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റിയുമാണ്. ഇതാണ് അമേരിക്കൻ താരം പറഞ്ഞിട്ടുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ഇന്റർ മയാമി തന്നെയാണ്. 28 മത്സരങ്ങളിൽ നിന്ന് 62 പോയിന്റാണ് അവർക്കുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ അറ്റ്ലാന്റ യുണൈറ്റഡ് ആണ് അവരുടെ എതിരാളികൾ. മെസ്സി തന്നെയാണ് ഈ മത്സരത്തിൽ ഇന്റർ മയാമിയെ നയിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.